സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മാർപ്പാപ്പയെ അനുസ്മരിക്കുന്നു. പരിശുദ്ധ പിതാവിനെ നേരിൽ കാണാൻ പല പ്രാവശ്യം എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധ പിതാവ് വളരെ ഹൃദ്യതയോടുകൂടെ സ്വീകരിച്ചൊരു അനുഭവമാണ്. ഒരു ഫോർമാലിറ്റിയും ഇല്ലാതെ, ഔപചാരികതകളൊന്നുമില്ലാതെ ഒരു സഹോദരൻ മറ്റൊരു സഹോദരനോട് പെരുമാറുന്നത് പോലെയുള്ള ഒരു ശൈലിയാണ് മാർപ്പാപ്പയുടേത്. മാർപ്പാപ്പ 1936 ഡിസംബർ 17 ജനിച്ചത്. മാർപ്പാപ്പ കടന്നു പോകുമ്പോൾ മാർപ്പാപ്പയ്ക്ക് 88 വയസ്സോളം പ്രായമുണ്ട്. ആദ്യത്തെ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ഒരു മാർപ്പാപ്പയാണ്. ജസ്യൂട്ട് സന്യാസമൂഹത്തിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയാണ്. മാർപ്പാപ്പയുടെ ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം കാർഡിനൽ ക്ലൗഡിയോ ഹ്യൂമസ് അദ്ദേഹം മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞ ഒരു അനുഭവമുണ്ട്. പത്രങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം. മാർപ്പാപ്പയ്ക്കാണ് ഭൂരിപക്ഷം വരുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ, മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോഴും കാർഡിനൽ ക്ലൗഡിയോ ഹ്യൂമസ് മാർപ്പാപ്പയുടെ അടുക്ക് ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചിട്ട് അഭിനന്ദനം പറഞ്ഞിട്ട് പറഞ്ഞു, ബർഗോളിയോ, നീ തിരഞ്ഞെടുക്കപ്പെടാൻ പോവാണ്. എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട്. പാവങ്ങളെ മറക്കരുത്. മാർപ്പാപ്പ ഫ്രാൻസിസ് എന്ന പേരെടുക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് മാർപ്പാപ്പയ്ക്കുള്ള മറുപടി ഇതാണ്: പാവങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ നിലകൊണ്ട ഒരു വിശുദ്ധനാണ് അസീസിലെ ഫ്രാൻസിസ്. ഡോണ്ട് ഫോർഗെറ്റ് ദ പുവർ എന്ന വാക്ക് കേട്ടപ്പോൾ അസീസിലെ ഫ്രാൻസിസിൻ്റെ ജീവിതം എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ എന്ത് പേരിലാണ് ഞാൻ അറിയപ്പെടേണ്ടത് എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, ഫ്രാൻസിസ് എന്ന പേരാണ് ഞാൻ സ്വീകരിക്കുന്നത്. മാർപ്പാപ്പ വളരെ ജനകീയനാണ്. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞല്ലോ. മാർപ്പാപ്പയുടെ പ്രസംഗങ്ങൾ 8 മിനിറ്റ് 9 മിനിറ്റ് കൂടില്ല. പക്ഷെ പ്രസംഗം കഴിഞ്ഞാൽ മാർപ്പാപ്പ ജനങ്ങളെ സ്വീകരിക്കുന്ന പ്യാസയിൽ നിന്ന് പോകില്ല. അവിടെയുള്ള ജനങ്ങളുടെ വിവിധ ഗ്രൂപ്പുകൾ, അവർക്കെല്ലാവർക്കും അറിയാം മാർപ്പാപ്പ വരുമെന്ന്. കുട്ടികൾ, യുവാക്കൾ, മാതാപിതാക്കൾ എല്ലാവരെയും മാർപ്പാപ്പ ചേർത്ത് പിടിക്കും. മാർപ്പാപ്പ അവരോടൊക്കെ സംവാദിക്കും. അവരുടെ കൂടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യും. മാർപ്പാപ്പ മണിക്കൂറുകൾ ചിലപ്പോൾ ചെലവഴിച്ചിട്ടാണ് പ്യാസയിൽ നിന്ന് ഔദ്യോഗിക വസതിയിലേക്ക് പോകുന്നത്. മാർപ്പാപ്പയുടെ വസതി വത്തിക്കാൻ കൊട്ടാരമാണ്, നിങ്ങൾക്കറിയാം. പക്ഷെ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മാർപ്പാപ്പ ഒരിക്കലും കൊട്ടാരത്തിൽ താമസിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. മാർപ്പാപ്പ താമസിക്കുന്നത് മാർപ്പാപ്പയുടെ ഔദ്യോഗിക ഭാരവാഹിത്വം വഹിക്കുന്ന കർദിനാൾമാർ താമസിക്കുന്ന, അല്ലെങ്കിൽ സഭാ തലവന്മാർ താമസിക്കുന്ന സാന്ത മർത്ത എന്ന് പറയുന്ന ഒരു ഹോസ്റ്റലുണ്ട്. ആ ഹോസ്റ്റലിലാണ് മാർപ്പാപ്പ താമസിച്ചിരുന്നത്. ഞാൻ സഭയുടെ തലവനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അവിടെ താമസിക്കുമ്പോഴൊക്കെ മാർപ്പാപ്പ ഊട്ടുമുറിയിൽ വരുന്നതും മാർപ്പാപ്പ നമ്മളെ ഗ്രീറ്റ് ചെയ്യുന്നതൊക്കെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. മാർപ്പാപ്പ ചൈനയിൽ നിന്നുള്ള മെത്രാന്മാരുടെ ഒരു പ്രതിനിധി സംഘം വന്നപ്പോൾ മാർപ്പാപ്പ
തൻ്റെ ഊട്ടുമേശയിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ അടുത്ത് വന്ന് അവരോട് കുശലം പറയുന്നത് ഞാൻ കണ്ടു. അതുപോലെ തന്നെ നമ്മൾ ലിഫ്റ്റിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ലിഫ്റ്റിൽ മാർപ്പാപ്പയും ഉണ്ടെങ്കിൽ മാർപ്പാപ്പ വളരെ സ്നേഹത്തോടുകൂടെ നമ്മളോട് ചോദിക്കും, ഇന്ത്യയിൽ സുഖമാണ്, എന്താണ് വിശേഷങ്ങളെന്ന്. ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനമാനങ്ങളുടെ യാതൊരു ആർഭാടവും കാണിക്കാതെ ജനങ്ങളോട് വളരെ സൗമ്യമായിട്ട് സ്നേഹമായിട്ട് ഒക്കെ സംസാരിക്കുന്ന ഒരു മാർപ്പാപ്പ. ഭാരതത്തിലെ സഭയ്ക്ക് വളരെ പ്രിയങ്കരനാണ്. പ്രത്യേകിച്ച് സിറോ മലബാർ സഭയ്ക്ക് മാർപ്പാപ്പ സിറോ മലബാർ സഭയ്ക്ക് അജപാലന അധികാരവും പ്രേക്ഷിത അധികാരവും ഇന്ത്യ മുഴുവനിലേക്കും നൽകിയ മാർപ്പാപ്പയാണ്.